ഹലോ ഗുഡ് മോർണിംഗ്, രതീഷ് പരപ്പനങ്ങാടി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളെ നാടിന് വേണ്ടിയിട്ടൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. നമ്മളെ ഡ്രെയിനേജിൻ്റെ ഒരു എൻഡ് ഉണ്ട്, അതായത് റോഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടപ്പാളി, നമ്മളെ എങ്ങനെ പറയുക, വൈദ്യരിപടി റോഡ് ഏകദേശം ആ ഭാഗത്തായിട്ട് വരും. അപ്പോൾ ഈ ഭാഗത്ത് ഡ്രെയിനേജ് വളരെ ഷോർട്ടാണ്, ചെറുതായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ പറമ്പിൽ നാളെ ഡ്രെയിനേജ് കെട്ടുകയാണ്. അപ്പോൾ അവർ പറമ്പ് തൂർക്കാനും ഡ്രെയിനേജ് കെട്ടാനുള്ള എല്ലാ സജ്ജീകരണം കൂടി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ജനങ്ങൾ ഒരു കൂട്ടായ്മയായിട്ട് എല്ലാവരും കൂടി പോയിട്ട് അവസ്ഥകളാണ് പറയുന്നത്. നമ്മളെ മെമ്പർ 4ാം ഡിവിഷൻ മെമ്പർ സുമിയച്ചും അതുപോലെ തന്നെ മുസ്തുക്കാക്ക അപ്പുറത്തെ വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി അദ്ദേഹത്തിനോട് സംസാരിച്ചു, ഇതിന് ഓണറോട് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ മാക്സിമം വലിച്ചു വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നാളെയാണ് കെട്ടുക. അപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ സഹകരിച്ചിട്ടുണ്ട് ഇന്നത്തെ. ഇനിയിപ്പോൾ നാളെ കെട്ടുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ, ഈ ഭാഗത്തുനിന്ന് വരുന്ന ഡ്രെയിനേജ്, അതുപോലെ തന്നെ ഇതിലാണ് വന്ന് ചേരണ എല്ലാതും. ഇപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാണ്, അവിടത്തേക്ക് പോകണ ഒരു അപകടം കാണിച്ചു തരാം. പണ്ട് ഈ ഗ്രൗണ്ടിലൊക്കെ ആയിരുന്നു വെള്ളം, ഇപ്പോൾ ഇവിടെ ഉയർന്നു പോയി. അപ്പോൾ ഈ ഡ്രെയിനേജിലൂടെ വേണം, 4 ഭാഗത്തു നിന്നുള്ള വെള്ളമാണ് ഇപ്പോൾ വരുന്നത്, ഇവിടെ വന്ന് മുട്ടണേ. മഴ ആവാനായി പറയാൻ ഓരോ തറ താന്ന് കിടക്കുന്ന വീടുകളുടെ അവസ്ഥകൾ. ഇവിടെ ഏറ്റവും വലിയ അപകടത്തിൽ നിൽക്കുന്ന ഒരു ട്രാൻസ്ഫോമറാണിത്. മഴ പെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ശബ്ദങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഒരു വളവിലും കൂടിയാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊന്ന് എന്തെങ്കിലും നടപടി ഉടനടി ഉണ്ടാവണം. ഇതാകപ്പ വികുന്ന് പറഞ്ഞ് നിൽക്കുകയാണ്, അത് ഈ വളവ് തന്നെ വന്ന് നിൽക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ആൽമര ഞാൻ പറഞ്ഞല്ലോ വളവിലുള്ള, അതിന് ഇതുവരെ ഒരു ഇതും ആരും കണ്ടെത്തിയിട്ടില്ല. അത് അതേപടി അവിടെ നിൽക്കണേ. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു ബൈക്കും ഒരു ഓട്ടോറിക്ഷയും കൂടി അവിടെ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. ഇത് നമ്മളെ അണ്ടർ ബ്രിഡ്ജ്, ഞാൻ ചുരുക്കി പറയട്ടെ, ഈ അണ്ടർ ബ്രിഡ്ജിൻ്റെതാ ഈ ഭാഗത്തു നിന്നുള്ള വെള്ളം, ചാരാക്കുളം മുതൽ ആ ഭാഗത്തുനിന്ന് വരുന്ന കോവിലാം ഭാഗത്തുനിന്ന് വരുന്ന വെള്ളമൊക്കെ ഇതിൽ വരും മൊത്തം. പിന്നെ കുന്നമ്പുറം ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം ഈ സൈഡിൽ കൂടെ വരും. പിന്നെ നമുക്ക് എന്താ ചെയ്യുക, വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്. ഇതിപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, ഒരു ഭാഗത്തു നിന്നുള്ള വെള്ളം വരുന്നതാണ്. അവിടെ നല്ല വൃത്തിയിൽ ഡ്രെയിനേജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ